സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഓശാന തിരുനാൾ കൊണ്ടാടുകയാണ്. യേശുനാഥൻ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അവിടെയുള്ളവരോട് പറയും, തന്നെ വെളിപ്പെടുത്തരുത്. എന്നാൽ ഈ ഓശാന ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് യേശുവാണ്. താൻ രാജാവാണ്, രാജാതിരാജനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. ആ ജനത്തിന് വലിയ സങ്കല്പം ഉണ്ടായിരുന്നു. യേശു ദാവീദിനെ പോലെ വലിയ രാജാവായി തങ്ങളെ ഭരിക്കും. ഓശാന ഘോഷയാത്ര മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് അന്റോണിയോയുടെ ഫോർട്ടിൽ യേശുനാഥനും പരിവാരങ്ങളും ചെന്നിട്ട് അവിടെ രാജാക്കന്മാരെ പുറത്താക്കിയിട്ട് അവൻ ഭരണം ആരംഭിക്കും എന്നുള്ളത്. അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് യേശുനാഥന്റെ യാത്ര തിരിയുന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിക്കുക. ഇന്നത്തെ വചനത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, വലിയ ആഴ്ചയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം, ഹൃദയം നവീകരിക്കണം. ആ ജെറുസലേം നിവാസികളുടെ സന്തോഷം എത്ര വലുതായിരുന്നു. അതുകൊണ്ടാണ് ഉത്സവത്തിൽ എല്ലാം മറന്ന് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിതറി ഉച്ചത്തിൽ പാടിയത് ഓശാന,
ദാവീദിന്റെ പുത്രന് ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. ഈ ജെറുസലേം നിവാസികളുടെ സന്തോഷം നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അവരോടൊപ്പം യേശുവിന് ഹോസാനയുടെ കീർത്തനങ്ങൾ നമുക്കും ആലപിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഹോസാന വീടുകളുടെ മധ്യേ വിജയപ്രതാപത്തോടുകൂടെ ജെറുസലേത്തേക്ക് പ്രവേശിച്ച പരമോന്നതനായ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തിൽ അങ്ങേ എതിരേൽക്കുവാനും നിത്യകീർത്തനങ്ങൾ പാടിക്കൊണ്ട് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. അങ്ങയെ പോലുള്ള ഭരണപാഠവും രാജാവിന് അങ്ങ് നൽകണമേ. അങ്ങയുടെ ജനങ്ങളെയും ദരിദ്രരെയും അദ്ദേഹം നീതിപൂർവം വിധിക്കട്ടെ. അദ്ദേഹം എളിയവരെ പരിപാലിക്കുകയും ദരിദ്ര സന്താനങ്ങളെ സംരക്ഷിക്കുകയും മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ. പുല്ലിന്മേൽ മഴത്തുള്ളി പോലെയും ഭൂമിയിൽ മഞ്ഞുതുള്ളി പോലെയും അദ്ദേഹം ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അദ്ദേഹം ഭരണം നടത്തും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്വർഗത്തിൽ നിന്നെഴുന്നള്ളി വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഭിലമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടും കൂടെ ആനന്ദപൂർവ്വം അവിടത്തെ എതിരേൽക്കുവാനും അനുഗ്രഹ സമ്പന്നമായ സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ, ഞങ്ങളെ സ്തുതിക്കുന്നു. സകലത്തിന്റെയും നാഥ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ,
കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവസന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒന്നാം വായന സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49-ാം അധ്യായം. ഗുരുവാശികൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങളെല്ലാവരും അടുത്തു വരുവിൻ. അവസാന കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പ്രശംസിക്കും. ശത്രുക്കളെ നീ കീഴ്പ്പെടുത്തും. നിന്റെ സഹോദരന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യും. മകനെ, നീ ഒരു സിംഹക്കുട്ടിയാകുന്നു. ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുകയാണ്. ഒരു സിംഹത്തെ പോലെയോ ഒരു സിംഹിയെ പോലെയോ വിശ്രമമെടുത്ത് നീ പതുങ്ങിക്കിടക്കുന്നു. ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്നവൻ വരുന്നത് വരെ യൂദയായിൽ നിന്ന് ചെങ്കോൽ ഒഴിയുകയില്ല. അവന്റെ ഗോത്രത്തിൽ നിന്ന് ഭരണകർത്താവ് മാറ്റപ്പെടുകയുമില്ല. മകനെ, അവൻ തൻ്റെ കഴുതക്കുട്ടിയെ മുന്തിരിത്തോപ്പിൽ കെട്ടും, കഴുതയെ മുന്തിരിയിലും. വീഞ്ഞുകൊണ്ട് അവൻ വസ്ത്രം കഴുകും, മുന്തിരിച്ചാറുകൊണ്ട് മേലങ്കിയും. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ അഴകുള്ളതും പല്ലുകൾ പാലിനേക്കാൾ വെണ്മയുള്ളതുമാകുന്നു. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും കർത്താവിന്റെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. ദരിദ്രരെ അവിടുന്ന് സംരക്ഷിക്കുന്നു. രണ്ടാം വായന സക്രിയാസ് നബിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സെഹിയോൻ പുത്രി, ഹൃദയപൂർവ്വം സന്തോഷിക്കുക. ജെറുസലേം പുത്രി, ആനന്ദിച്ചാർത്ത് വിളിക്കുക. നിന്റെ രാജാവിത നിന്റെ പക്കലേക്ക് വരുന്നു. വിജയശ്രീ ലാളിതനെങ്കിലും അദ്ദേഹം വളരെ വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് വരുന്നത്. അദ്ദേഹം അപ്രേമിൽ നിന്ന് രഥങ്ങളെയും ജെറുസലത്തിൽ നിന്ന് കുതിരകളെയും പുറത്താക്കും. സമരത്തിന്റെ ശരങ്ങൾ ഒടിഞ്ഞു പോകും. അദ്ദേഹം ജനതകളുടെ ഇടയിൽ സമാധാനം പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും വ്യാപ്തിയുള്ളതായിരിക്കും. എന്റെ വിശുദ്ധമലയായ സഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചു. എന്നോട് നീ ആവശ്യപ്പെടുമെങ്കിൽ വിജാതിയിലെ നിനക്ക് അധീനമാക്കി തരാം. ഭൂമിയിലെല്ലാ ദേശങ്ങളും നിനക്ക് ഞാൻ വിട്ടുതരാം. മൂന്നാം വായന. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ. ശത്രുക്കളെയെല്ലാം കീഴടക്കുന്നതുവരെ അവിടുന്ന് രാജാവായിരിക്കണം. കീഴടക്കുവാനുള്ള അവസാനത്തെ ശത്രു മരണമാണ്. സമസ്തവും അവിടത്തേക്ക് വിധേയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവയെല്ലാം അവിടത്തേക്ക് വിധേയമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാണല്ലോ. എല്ലാം അവിടത്തേക്ക് വിധേയമായി കഴിയുമ്പോൾ അവയെല്ലാം വിധേയമാക്കിയവനും പുത്രൻ തന്നെ വിധേയനാകും. അങ്ങനെ ദൈവം സകലത്തിലും സകലവുമാകും. കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമൂതിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സകലത്തിന്റെയും നാഥ, പിതാവിന്റെ സതിയുടെ പ്രതിരൂപവും
മഹത്വത്തിന്റെ പ്രകാശവുമായ മിശിഹായി, അങ്ങ് മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിന്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ആമേൻ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകത്തിലും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, ഇരുളകത്തിലും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, സുവിശേഷമാകുന്ന ദാനം, ലോകത്തിലേകുവാൻ പോകാം, സുവിശേഷമാകുന്ന ദാനം, ലോകത്തിലേകുവാൻ പോകാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജെറുസലേത്തിന് സമീപം സൈത്തുമലയുടെ അടുത്തുള്ള ബത്ഫഗയിലെത്തി. അപ്പോൾ യേശു 2 ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അങ്ങ് നേരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിൻ്റെ കൂടെ ഒരു കുട്ടിയും ഉണ്ടായിരിക്കും. അവയെ നിങ്ങൾ അഴിച്ചുകൊണ്ടുവരുവിൻ. ആരെങ്കിലും തടസ്സം പറഞ്ഞാൽ കർത്താവിന് അവയെ ആവശ്യമുണ്ടെന്ന് മറുപടി പറയണം. അപ്പോൾ അവർ അവയെ വിട്ടയക്കും. പ്രവചനം പൂർത്തിയാകുവാനാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രവാചകൻ പറയുന്നു: നിന്റെ രാജാവ് വിനീതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തിരുന്ന് നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് സിഹിയോൻ പുത്രിയോട് പറയുക. ശിഷ്യന്മാർ പോയി ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ടു എന്ന് അവയുടെ മേൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ച് ഈശോയെ ഇരുത്തി. ജനങ്ങളിൽ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മറ്റുള്ളവർ മരച്ചെലകൾ വെട്ടി വഴിയിൽ വിതറി. അവിടുത്തെ മുമ്പിലും പിറകിലും നടന്നിരുന്നവർ ഇപ്രകാരം ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു: ദാവീദിന്റെ പുത്രന് ഹോശാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകും. ഉന്നതങ്ങളിൽ ഹോശാന! അവിടുന്ന് ജെറുസലേത്തേക്ക് പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ഇതാര് എന്ന് പലരും ചോദിച്ചു. ഗലീലായിലെ നസ്രത്തിൽ നിന്ന് വന്ന പ്രവാചകനായ ഈശോ എന്ന് ജനങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു. കുരുത്തോട് സ്വീകരിച്ചിട്ട് ആരും പെട്ടെന്ന് പള്ളിയിലേക്ക് പോകരുത്. നമ്മൾ പ്രദക്ഷിണമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയം ഞാൻ പറയാം. ആ സമയത്താണ് നമ്മൾ നിരന്ന് കുരുത്തോലയായി പ്രദക്ഷിണമായി നീങ്ങേണ്ടത്. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വെങ്കടനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങൾ എന്നും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ, സൃഷ്ടികൾ
ദൈവമാകുന്നു. ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേക്ക് സ്വീകരണം നൽകിയവരെ സമൃദ്ധമായി അനുഗ്രഹിച്ച മഹത്വത്തിന്റെ രാജാവായി മിശിഹായി, ഈ കുരുത്തോലകൾ അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ വഹിക്കുന്ന ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഇവ സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ഇവയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് രോഗവും ദുരദൃഷ്ടങ്ങളും അകന്നു പോകട്ടെ. സമാധാനത്തിന്റെ കതിരുകൾ ഞങ്ങളുടെ വീടുകളിൽ വീശുമാറാകട്ടെ. ഓശാന പാടിക്കൊണ്ട് ജെറുസലേം പട്ടണത്തിലേക്ക് അങ്ങേ സ്വീകരിച്ച ഭക്തജനങ്ങളെ ആശീർവദിച്ചതുപോലെ അങ്ങിൽ വിശ്വസിക്കുന്ന ഞങ്ങളെയും ആശീർവദിക്കണമേ. ഓശാന പാടി അങ്ങേ സ്തുതിക്കുന്ന പാപികളായി ഞങ്ങൾ ഓരോരുത്തരും സ്വർഗമാകുന്ന ജെറുസലത്ത് പ്രവേശിച്ച് ആനന്ദപൂർവ്വം അങ്ങേ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ കുരുത്തോലകൾ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദാവീദിൻ സുതനോശാന, ഹോശാന, ഹോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ പൂജിതനാമത്തെ വന്നവരെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പുരയിലോശാന, ദാവീദിൻ സുതനോശാന, ഹോശാന, ഹോശാന. ദാവീദിൻ സുതനോശാന, ഹോശാന, ഹോശാന. ദാവീദിൻ സുതനോശാന. ബാലകരും തീർത്ഥകരും നാഗരും ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഗരും ജയഗാനം പാടുന്നു. നാഗരും ജയഗാനം പാടുന്നു. ഓശാന, ഓശാന. ദാവീദിൻ സുതനോശാന, ഓശാന. ജീവിലിയ ചീലകളുയരുന്നു, ആദരവിൽ തോരണമിളകുന്നു. ദൈവസുതൻ വിനയ വിരാജിതന അണയുന്നുടരുക വാഴത്തെ. ഓശാന, ഓശാന. ദാവീദിൻ സുതനോശാന, ഓശാന. വിണ്ഡലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. മാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. ഓശാന, ഓശാന. ദാവീദിൻ സുതനോശാന, ഓശാന. വിണ്ണുരയനാഴിയലങ്കൃതമാം നീലിമയമംഗളവീ
ദാവീദിൻ സുരരോശാന ഓശാന ജൈവിക ചില്ലകളുണരുന്നു പാറകൾ തോരണമിളകുന്നു ദൈവസുതൻ വിനയ വിരാജിതനാം അടയുന്നു നഗര കവാടത്തിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന. ഓശാന
വഴി